PM ശ്രീ പദ്ധതിയിൽ സ്കൂൾ പട്ടികയടക്കം ഉടൻ നൽകില്ല എന്ന 24 വാർത്ത ശരിവെച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. PM ശ്രീ പദ്ധതിയുടെ ഫണ്ട് കേരളത്തിന് വേണ്ടെന്നും തുടർ നടപടികൾ സർക്കാർ സ്വീകരിക്കില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. അതേസമയം നയപരമായ തീരുമാനത്തിന് ശേഷം മാത്രമേ PM ശ്രീയിൽ തീരുമാനമെടുക്കാവൂ എന്ന നിയമവകുപ്പിന്റെ ഉപദേശം മറികടന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. നിയമവകുപ്പിന്റെ ഉപദേശത്തിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടെങ്കിലും തുടർ നടപടിയായ സ്കൂളുകളുടെ പട്ടിക കൈമാറുന്നതടക്കം ഉടൻ നടപ്പാക്കില്ല. സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് PM ശ്രീ പദ്ധതിയുടെ ഫണ്ട് വേണ്ട. ധാരണാപത്രത്തിൽ ഒപ്പിട്ടാൽ മാത്രമേ SSK ഫണ്ട് ലഭിക്കുകയുള്ളൂ എന്ന സ്ഥിതി വന്നപ്പോഴാണ് ധാരണാപത്രം ഒപ്പിടേണ്ടി വന്നതെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. SSK എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന് 1500ഓളം വരുന്ന കോടി രൂപ തരേണ്ടത് അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയുള്ള നിലപാട് മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. അതിനാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്ന പ്രശ്നമാണുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന തെറ്റായ സിലബസ് അതിനെ കൊണ്ടുവരുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന തെറ്റായ മറ്റൊരു മാർഗങ്ങളും നമുക്ക് തെറ്റും തോന്നുന്ന ഒരു മാർഗങ്ങളും സ്വീകരിക്കുന്നില്ല. പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടെ ഒരു മാറ്റവും വരുത്തില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. അതേസമയം PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് നിയമവകുപ്പിന്റെ ഉപദേശം മറികടന്ന്. MOയിൽ ഒപ്പിടുന്നതിന് മുൻപ് നയപരമായ തീരുമാനം വേണമെന്നായിരുന്നു നിയമവകുപ്പിന്റെ ഉപദേശം. PM ശ്രീ നടപ്പാക്കിയാൽ ദേശീയ വിദ്യാഭ്യാസ നയം അതേ രീതിയിൽ നടപ്പാക്കേണ്ടി വരുമെന്നും ഈ ഉപദേശത്തിൽ നിയമവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.